ഹായ് ഫ്രണ്ട്സ്, ട്രസ്റ്റ് റിയൽ പ്രോപ്പർട്ടി സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നേക്കുന്നത് ആലുവ പള്ളിക്കര പഴന്തോട്ടം ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 250 മീറ്റർ മാറി ഒരു 5.5 സെൻറ്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി പണി കഴിപ്പിച്ച നമ്മുടെ ഈ പുറകെ കാണുന്ന വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ആലുവ പള്ളിക്കര മൂവാറ്റുപുഴ കോലഞ്ചേരി ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 250 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മുടെ ഈ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഈ വീട്ടിലേക്കുള്ള വഴിയാണിത്. ഏകദേശം ഒരു 4 മീറ്ററോളം വഴി നമുക്കിവിടെ ഇന്റർലോക്ക് ചെയ്തിട്ട് നല്ല ഭംഗി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതിന് ചുറ്റിനും കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കോമ്പൗണ്ട് വാളിൽ മറ്റേ ടെക്സ്ചർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അതേപോലെ തന്നെ ഇതിൽ സ്ലൈഡിങ് ഗേറ്റ് ആണ് കൊടുത്തേക്കുന്നത്. അതും MSC തീർത്ത സ്ലൈഡിങ് ഗേറ്റാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ നമ്മൾ അകത്തേക്ക് ചെല്ലുകയാണെങ്കിൽ വീണ്ടും മുൻവശത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ഒരു കവേഡ് കാർ പാർക്കിംഗ്, ഒരു വലിയ XU മോഡൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയത് രീതിയിൽ ഒരു കവേഡ് കാർ പാർക്കിംഗ് കാണാം. അതേപോലെ തന്നെ ഇവിടെ ഒരു ഓപ്പൺ പാർക്കിംഗ് സ്പേസും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫുള്ളായിട്ട് സ്റ്റോണൊക്കെ ചെയ്ത് അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഗ്രാസും കാര്യങ്ങളൊക്കെ കൊടുത്ത് മനോഹരമായിട്ട് തന്നെയാണ് ഇതിൻ്റെ മുൻവശം ചെയ്തേക്കുന്നത്. ഇതിൻ്റെ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു കിണർ, ചെറിയൊരു കിണർ, അതായത് ഒരുപാട് വലിയതല്ലാത്ത രീതിയിൽ ചെറിയ രീതിയിൽ സ്പേസ് പോകാത്ത രീതിയിൽ ഒരു കിണർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ വെള്ളവും കാര്യങ്ങളും ഉള്ള ഒരു കിണർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റെ വീടിൻ്റെ വശങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് വീട് നമുക്ക് പണിയിപ്പിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ സൈഡ് വശങ്ങളിലെല്ലാം ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലൊക്കെ അത്യാവശ്യം നല്ലൊരു സൗകര്യവും കാര്യങ്ങളും ഉണ്ട്. ഇവിടെയൊക്കെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങളിൽ അറേഞ്ച്മെൻറ്റിൽ വിരിച്ചിട്ടുണ്ട് ഇതിനകത്ത്. നമുക്ക് ഇനി അപ്പുറത്തെ സൈഡും കൂടി നോക്കാം. വീടിൻ്റെ അപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസ് കൊടുത്തിട്ടാണ് ഈ വീട് പണി കഴിപ്പിച്ചേക്കുന്നത്. ഉണ്ടോ, ഇവിടെ നല്ല അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്കൊരു വലിയൊരു സിറ്റ് ഔട്ട് കാണാൻ കഴിയുന്നതാണ്. അത് ഫുള്ളായിട്ട് ഗ്രാനൈറ്റ് ഇട്ട് നല്ല ഭംഗി തന്നെ ഒരു സിറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് കയറുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഡബിൾ ഡോറാണ് കൊടുത്തേക്കുന്നത്. അത് തേക്കിൽ പണി കഴിപ്പിച്ച് ഒരു ഡബിൾ ഡോർ നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ഡിസൈനുള്ള ഒരു ഡബിൾ ഡോർ ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്ന് കയറുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ്. ലിവിങ് ഏരിയ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഭംഗി വലിയൊരു ലിവിങ് ഏരിയ തന്നെ കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്കൊരു TV യൂണിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗി തന്നെ. നല്ല ഒരു വാളിലായിട്ട് ഫുള്ളായിട്ട് ടെക്സ്ചർ പെയിൻറ്റ് നല്ലൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ടെക്സ്ചർ പെയിൻറ്റ് നല്ലൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് അവിടെ. അതേപോലെ തന്നെ ഇതിൻ്റെ സീലിംഗ് നോക്കുകയാണെങ്കിൽ ഒരു മച്ചാണ് ചെയ്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പഴയ കാലത്ത് മച്ച് ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ നല്ലൊരു സീലിംഗ് ആണ് ചെയ്തേക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഇനി അകത്തേക്ക് കയറുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയയിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു നല്ലൊരു ഡിസൈനാണ് അവർ ചെയ്തേക്കുന്നത്. അതായത് നല്ല വുഡിൽ നല്ലൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗി തന്നെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അത്യാവശ്യം വലിയൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടറിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഈ ഡൈനിങ്ങിൻ്റെ
ടോപ്പിൽ നല്ല രീതിയിൽ ഒരു സീലിംഗ് ചെയ്തിട്ടുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് ഡൈനിങ് ഏരിയയിൽ തന്നെ നമുക്ക് വാഷ് ബേസിൻ ചെയ്തേക്കുന്നത് അതുപോലെ അത്യാവശ്യം വലിയൊരു വാഷ് ബേസിൻ ഏരിയ തന്നെ കൊടുത്തേക്കണം. അത്യാവശ്യം വലിയ വാഷ് ബേസിൻ ഏരിയ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഗ്ലാഡിങ് ടൈൽസുകൾ ഒട്ടിച്ചിട്ടുണ്ട് നല്ലൊരു ഭംഗിയിൽ. അതേപോലെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കിച്ചണാണ് ഈ കാണുന്നത്. കിച്ചണിൽ അത്യാവശ്യം നല്ല ഭംഗി തന്നെയാണ് കിച്ചൺ ചെയ്തേക്കുന്നത്. ഓപ്പൺ കിച്ചണാണ് ചെയ്തേക്കുന്നത്. അതിന് മുമ്പ് ഈ ഡൈനിങ് ഏരിയ നമുക്കൊരു ക്രോക്കറി ഷെൽഫ് കാര്യങ്ങൾ സ്റ്റോറേജ് സ്പേസ് പോലെയൊക്കെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. നല്ല ഭംഗി തന്നെ. കിച്ചൺ നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് നല്ല ഭംഗിയിൽ കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ എല്ലാം മൾട്ടിവുഡി തന്നെയാണ് ചെയ്തേക്കുന്നത്. മൊത്തത്തിൽ നമുക്ക് അതിനകത്ത് ചെയ്തേക്കുന്നത് ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ഡിസൈനിലാണ് ഇത് ചെയ്തേക്കുന്നത്. കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. അതേപോലെ ഇതിൻ്റെ കിച്ചൺ ക്യാബിൻ്റെ ടോപ്പിൽ വിരിച്ചേക്കുന്നത് വൈറ്റ് കളറ് ഗ്രാനൈറ്റാണ് വിരിച്ചേക്കുന്നത്. അതൊരു പ്രത്യേക ഭംഗി എടുത്ത് കാണിക്കുന്ന രീതിയിൽ തന്നെ പ്രത്യേക ഭംഗിയുണ്ട്. അതിൽ ഇതിൻ്റെ ടൈലും വ്യത്യാസമുണ്ട്. ടൈലും നല്ലൊരു ഗ്രിപ്പുള്ള നല്ലൊരു ഷെയ്ഡുള്ള ടൈലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോവാം. ബെഡ്റൂമാണിത്. അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നല്ല സ്പേസ് ഉള്ളൊരു ബെഡ്റൂം. അതിനകത്തൊരു സൈഡിലായിട്ട് ഒരു ഡിസൈനുള്ള വാള് പെയിന്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗി തന്നെ. ബെഡ്റൂമിന്റെ ടോപ്പിൽ സീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെയുള്ളത്. അത്യാവശ്യം വലിയ സ്പേസ് ഉള്ള ഒരു ബാത്റൂമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. വാഷ് ബേസിനും കാര്യങ്ങളും എല്ലാം ബാത്റൂമിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ താഴത്തെ ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഇതും അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ്. എല്ലായിടത്തും സീലിംഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊരു വലിയൊരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. വലിയൊരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് ഈ റൂമിൽ. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാ ടോയ്ലറ്റും അത്യാവശ്യം താഴത്തെ ഫ്ലോറിലെ 2 ടോയ്ലറ്റും വലിയ ടോയ്ലറ്റാണ്. അതേപോലെ 2 ബെഡ്റൂമും അത്യാവശ്യം വലിയ ബെഡ്റൂം തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം മുകളിൽ സീലിംഗ് ചെയ്തിട്ട് വാൾനൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗി തന്നെ. അതേപോലെ എല്ലാ റൂമിൻ്റെയും ഒരു വാളിൽ ഫുള്ളായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പെയിന്റ് തന്നെ ഡിസൈൻ ചെയ്തേക്കുന്നത് നമ്മളുടെ അതിനകത്ത്. ഇനി നമുക്ക് തന്നെ അപ്സ്റ്റെയറിലേക്ക് കയറി നോക്കാം. അപ്സ്റ്റെയറിലേക്ക് കയറുന്നതിന് മുമ്പ് സ്റ്റെയർ ഗ്രാനൈറ്റ് ആണ് വിരിച്ചേക്കുന്നത്. അതേപോലെ സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ സ്റ്റെയറിൻ്റെ സൈഡിലെ വാളൊക്കെ ടെക്സ്ചർ പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് നല്ല ഭംഗി തന്നെ ടെക്സ്ചർ ചെയ്തേക്കുന്നതാണ്. കാണുമ്പോൾ ഇതിന് മനസ്സിലാവും. അതായത് ആ ഏരിയ ഫുള്ളായിട്ട് ഒരേ കളറിൽ ഒരു ഗോൾഡൻ ലൈനിൽ ഡിസൈനിൽ ചെയ്തേക്കുന്നതാണ് ഇവിടെ. നല്ല ഭംഗി തന്നെ. അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു വെന്റിലേഷൻ പോലെ ഇത് കൊടുത്തിട്ടുണ്ട്. ഭാഗത്തേക്ക് മുകളിലേക്ക് അത് ചെല്ലുമ്പോഴത്തേക്കും താഴത്ത് കണ്ട അതേ പാറ്റേണിൽ തന്നെയാണ് ഇവിടെ അപ്സ്റ്റെയറിൽ ലിവിങ് ഏരിയ തിരിച്ചേക്കുന്നത്. ലിവിങ് ഏരിയയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത് നല്ല ഭംഗി തന്നെ ചെയ്തിട്ടുണ്ടത്. നമുക്ക് ലിവിങ് ഏരിയ ആയി കാണാൻ കഴിയുന്നത് ഫസ്റ്റ് മുകളിലൊക്കെ നല്ല ഡിസൈൻ ചെയ്ത് പെയിന്റ് ചെയ്തേക്കാണ്. ജിപ്സത്തിൽ പെയിന്റ് ചെയ്തേക്കാണ് ഈ കാണുന്നത്. ഡിസൈൻ ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു ടെക്സ്റ്റൈൽ വർക്ക് കാണാൻ കഴിയും ഈ ലിവിങ് ഏരിയയിലെ ഒരു വാളിൽ. അതേപോലെ തന്നെ അത്യാവശ്യം വലിയൊരു ലിവിങ് ഏരിയയാണ് അപ്സ്റ്റെയറിൽ കൊടുത്തേക്കുന്നത്. അതുപോലെ ലിവിങ് ഏരിയയിൽ കൂടാതെ നമുക്ക് ഇവിടുന്ന് ഈ അപ്സ്റ്റെയറിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ കാണുന്നത്. ബെഡ്റൂമൊക്കെ അത്യാവശ്യം എല്ലാം വലിയ ബെഡ്റൂം തന്നെയാണ് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗി തന്നെ. ഇവിടെ നമുക്കൊരു വാളിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വേറൊരു കളർ പെയിന്റ് കോഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗി തന്നെ.
ഇവിടെ നമുക്കൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ അപ്സ്റ്റെയറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. അപ്സ്റ്റെയറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണിത്. എല്ലാ ബെഡ്റൂമും മാസ്റ്റർ ബെഡ്റൂം എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ തന്നെയാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഈ 2 ബെഡ്റൂമിലാണ്, താഴത്തെ ഒരു ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂമിലായിട്ടാണ് നമുക്ക് വാർഡ്രോബ് ചെയ്തേക്കുന്നത്. അത് വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഫുള്ളായിട്ട് ചെയ്തേക്കുന്നത്. അതും ഡ്രസ്സിങ് ഏരിയയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മിററും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വാർഡ്രോബ് ചെയ്തേക്കുന്നത്. അതേപോലെ എല്ലാ റൂമിനെയും ഒരു വാളിൽ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്, പെയിന്റിങ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അത് എല്ലാം നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 4 റൂമിലും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമ്മുടെ 5.5 സെന്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത്രയും സ്ഥലം സൗകര്യം ഉണ്ടെങ്കിലും മാക്സിമം സ്പേസും കാര്യങ്ങളും ഇട്ടിട്ടാണ് ഈ വീട് പണിതേക്കുന്നത്. എന്നും പറഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ ഒന്നിനും ഒരു സ്പേസ് കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല. റൂമൊക്കെ അത്യാവശ്യം വലിയ റൂമും ബാത്റൂമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വലിയ ബാത്റൂമൊക്കെ തന്നെയാണ്. ഇത് നമ്മുടെ യൂട്ടിലിറ്റി റൂമാണ്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ഏരിയ തന്നെയാണ് യൂട്ടിലിറ്റി റൂമായിട്ട് എടുക്കാൻ പറ്റിയ രീതിയിൽ ചെയ്തേക്കണം. നമുക്ക് അപ്സ്റ്റെയറിലേക്ക് കയറാനുള്ള സ്റ്റെയറാണ് ഇവിടെ MS-ലാണ് കൊടുത്തിരിക്കുന്നത്. അപ്സ്റ്റെയറിലേക്ക് കയറാനുള്ള ഇവിടെ യൂട്ടിലിറ്റി റൂം നമുക്കിത് ഷീറ്റാണ്, MS-ൻ്റെ ഷീറ്റ് ഇട്ടേക്കണേ. അതിനകത്ത് നമ്മളെ ബാൽക്കണി നോക്കാം. നമുക്ക് ഇവിടുന്ന് ബാൽക്കണിയാണ് ഈ കാണുന്നത്. അത്യാവശ്യം വലിയൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഫുള്ള് ടഫൻ ഗ്ലാസ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ തന്നെ ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒരു സെപ്പറേറ്റ് ഒരു ഏരിയ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വൈകുന്നേരങ്ങളിലൊക്കെ നമുക്കൊരു കസേരയിട്ടൊക്കെ ഇരിക്കാവുന്ന രീതിയിൽ ഒരു നല്ലൊരു ഏരിയ അപ്സ്റ്റെയറിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ അഞ്ചര സെന്റ് സ്ഥലത്ത് 2350 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും 2 കാർ പാർക്കിങ്ങും കിണർ വെള്ളവും ഒക്കെ ലഭിക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം 250 മീറ്റർ മാത്രമേ നമുക്ക് ഈ വീട്ടിലേക്ക് ദൂരം വന്നുള്ളൂ. ഇവിടുന്ന് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 6.5 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത്. അതേപോലെ കാക്കനാട് കളക്ട്രേറ്റിലേക്ക് ഏകദേശം 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഇത് നമ്മുടെ 2020 പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന പ്രദേശമാണ്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ഈ വീട് വന്ന് കാണുന്നതിനും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ അതോ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി. നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നോടം വരെ എല്ലാവർക്കും ഗുഡ് ബൈ.